ഹായ് ഓൾ, നമ്മൾ ബെസ്റ്റ് ടൂർസ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ആരോ ട്രാവൽ കാർഡിന്റെ പേഴ്സണൽ വെബ്സൈറ്റ്, അതായത് പേഴ്സണൽ പോർട്ടലിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നും ആ ഒരു പോർട്ടൽ നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ബെസ്റ്റ് ടൂർസിൽ നിന്ന് പാക്കേജ് കൺഫേം ആക്കിയിട്ടുള്ള എല്ലാവർക്കും ഒരു പേഴ്സണൽ ഒരു യുണീക് കോഡ് കിട്ടിയിട്ടുണ്ടാവും. BES നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യുണീക് കോഡ് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു കോഡ് ത്രൂ ആണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. നമ്മുടെ വെബ്സൈറ്റ് besttours.in എന്നുള്ള നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ലോഗിൻ ബട്ടൺ കാണാം. ആ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി, നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള സ്ഥലത്ത് നിങ്ങൾ BES എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ യൂണിക് കോഡും മെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള സ്ഥലത്ത് നിങ്ങൾ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡാഷ്ബോർഡിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കറന്റ് ഉള്ള പെർസെന്റേജ്, റിവാർഡ്സ്, അതുപോലെ തന്നെ ഏത് പാക്കേജ് ആണ് നിങ്ങൾ പോയത്, അതിന്റെ ഡീറ്റെയിൽസ്. അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, എന്താണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പേയ്മെന്റ് എത്ര തന്നിട്ടുണ്ട്, എത്ര ബാലൻസ് ഉണ്ട്, അതിന്റെ കട്ട് ഓഫ് ഡേറ്റ് എന്താണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ എല്ലാ കൺഫർമേഷൻ വൗച്ചറിലുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ തന്നെ വിസിബിൾ ആവും. അതിന് പുറമെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മാക്സിമം ഏറ്റവും ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് റെഫർ ചെയ്തിട്ട് റിവാർഡ്സ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഈ ബെസ്റ്റ് ടൂർസ് ത്രൂ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അങ്ങനെ അവർ പാക്കേജ് കൺഫേം ആകുമ്പോൾ നിങ്ങളുടെ വാലറ്റിൽ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഫോർ എക്സാമ്പിൾ, ഒരു തായ്ലാൻഡ് അല്ലെങ്കിൽ ബാലി, വിയറ്റ്നാം പാക്കേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്റർനാഷണൽ പാക്കേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട്, അതായത് കുറഞ്ഞത് ഒരു 2000 മുതൽ തന്നെ നിങ്ങൾക്ക് റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റും. വലിയ പാക്കേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5000, 10,000 അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം ഏത് പാക്കേജ് ആണോ അതനുസരിച്ച് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ക്രെഡിറ്റ് ആവും. എത്ര പേര് റെഫർ ചെയ്യാൻ പറ്റുന്നു അത്രയും എമൗണ്ട് നിങ്ങൾക്ക് റിവാർഡ്സ് അതിൽ ക്രെഡിറ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പേ ചെയ്താൽ മതി. അപ്പം ഒരു തവണ യാത്ര ചെയ്താൽ അടുത്ത തവണ അതുപോലെ തന്നെ ലൈഫ് ടൈം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ അത്രയും ബെനിഫിറ്റ്സ്, അത്രയും എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ മാക്സിമം ആൾക്കാർ റെഫർ ചെയ്താൽ അത്രയും എമൗണ്ട് കുറച്ചിട്ട് നിങ്ങൾ പേ ചെയ്താൽ മതി. അതാണ് ഇതിന്റെ മേജർ ബെനിഫിറ്റ് എന്നുള്ളത്. ഇതിന് പുറമെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്നുള്ളത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്യാഷ് ബാക്ക്. അതായത് നിങ്ങൾ എപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിന് പുറമെ ഫ്രീ ഹോട്ടൽ അപ്ഗ്രേഡേഷൻ, നെക്സ്റ്റ് ടൈം പാക്കേജ് ചൂസ് ചെയ്യുമ്പോൾ ഹോട്ടൽ അതിപ്പോ 3 സ്റ്റാർ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത് 4 സ്റ്റാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. 4 സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് 5 സ്റ്റാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെയുള്ള അപ്ഗ്രേഡേഷൻ ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന് പുറമെ ഫ്രീ ആയിട്ട് ട്രാവൽ ഇൻഷുറൻസ് ആഡ് ഓൺ ചെയ്യുന്ന ഓഫറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ടുണ്ട്. പെർസെന്റേജ് ഡിസ്കൗണ്ട്, അതായത് ഫസ്റ്റ് പാക്കേജ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു 5% ഡിസ്കൗണ്ട് നിങ്ങളാവും. സെക്കൻഡ് പാക്കേജ് മുതൽ നിങ്ങൾക്ക് ആ 5% ഗ്യാരണ്ടി ആയിട്ട് ഡിസ്കൗണ്ട് ഉണ്ട്. ഇതിന് പുറമെ ആ ഒരു പെർസെന്റേജ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു തവണ യാത്ര ചെയ്താൽ ലൈഫ് ടൈം യാത്ര ചെയ്യാനുള്ള ബെനിഫിറ്റ്സ് ഈ ഒരു പോർട്ടൽ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും നിങ്ങൾ റെഫർ ചെയ്യുക, മാക്സിമം റിവാർഡ്സും കളക്ട് ചെയ്യുക, എന്നിട്ട് ഫ്രീ ആയിട്ട് വരെ ട്രാവൽ ചെയ്യുക. താങ്ക് യു സോ മച്ച്.